ആണ്ടുവട്ടത്തിലെ 26-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ തിരുവചന ചിന്തകൾ 3 ഭാഗങ്ങളായി ക്രമീകരിക്കുകയാണ്. 1. ക്രിസ്തുവിശ്വാസം പ്രവൃത്തിയിൽ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:37-38 വരെ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കു കേൾക്കുവിൻ. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. യെശയ്യാ 55:3-1 തിരുവചനങ്ങൾ. യേശുവിലുള്ള വിശ്വാസം പ്രവൃത്തിയാകുമ്പോഴാണ് വിശ്വാസത്തിന് അർത്ഥവും ആഴവും വീതിയും പരപ്പുമുണ്ടാവുക. യേശുവിൻ്റെ നാമത്തിൽ നിസ്സാരമായ ഉപവിപ്രവൃത്തിക്ക് പോലും പ്രതിഫലം ലഭിക്കുമെന്ന് യേശു പഠിപ്പിക്കുന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നുവെന്ന് അവസാന വിധിയിൽ ഈശോ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, വിശ്വാസം പ്രവൃത്തിയാക്കണം. പ്രവൃത്തിയുടെ കനമല്ല പ്രധാനം, പിന്നെയോ അത് ചെയ്തു കൊടുക്കുന്ന നമ്മുടെ മനസ്സിലും മനോഭാവത്തിലുമാണ് കാര്യമിരിക്കുന്നത്. വീണ്ടും, വിശ്വാസ ജീവിതത്തിന് വിരുദ്ധമാണ് വേലക്കാർക്ക് കൂലി കൊടുക്കാത്തതും ആഡംബര ജീവിതം നയിക്കുന്നതും സുഖലോലുപരാകുന്നതുമെന്ന് ഇന്നത്തെ 2ാമത്തെ വായന വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തീയ വിശ്വാസം പ്രവൃത്തിയായി ക്രമപ്പെടുത്തുക, അതാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത്. 2. സഭ, ക്രിസ്തു, ദൈവരാജ്യം. ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ശരീരത്തിലെ ഏതൊരു അവയവത്തിനും സംഭവിക്കുന്ന ക്ഷതം ശരീരത്തെ, വ്യക്തിയെ മുഴുവൻ ബാധിക്കുന്നതാണ്. സഭ ക്രിസ്തുവിൻ്റെ നീട്ടപ്പെട്ട ശരീരമാണ്. സഭാമക്കളുടെ ആരോഗ്യകരമായ ജീവിതവും പരിപാലനയും സഭയുടെ വളർച്ചയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ വരവിന്, വികസനത്തിന് ആവശ്യമാണ്. അക്കാരണത്താൽ സഭയിലെ ഓരോ ചെറിയ ആൾ മുതൽ വലിയവർ വരെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. 2-ാം വത്തിക്കാൻ സുനോദോസ് ഈ ദർശനം വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നു. മത്തായി 5:48 ഉൽപ്പത്തി 17:1 ഇതിൻ്റെ ആധികാരിക വചനങ്ങൾ കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ജീവിതത്തിന് വിരുദ്ധമായവയെ എന്ത് വില കൊടുത്തും മാറ്റണം. പാപത്തിൽ നിന്ന് അകന്നിരിക്കണം എന്നതാണ് യേശു ഓർമ്മപ്പെടുത്തുക. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഒഴിവാക്കി ആത്മശിക്ഷണത്തിൽ വളരണം എന്നത് ഓർമ്മപ്പെടുത്താനും നല്ല ക്രിസ്തു ശിഷ്യരായി തീരാനുമുള്ള ആഹ്വാനമായിട്ടാണ് പാപഹേതുവാകുന്നവ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുക. രോഗം മൂർച്ഛിക്കുമ്പോഴാണല്ലോ ശസ്ത്രക്രിയ ആവശ്യമായി വരിക. ക്രിസ്തു ശിഷ്യത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, രീതികൾ, വ്യവസ്ഥിതികൾ മുതലായവ മാറ്റണം എന്നതാണ് യേശുവിൻ്റെ നയം, ചിന്ത, രീതി. സഭയിലെ ഒരാളുടെ തെറ്റ് എല്ലാവരെയും ബാധിക്കും. അക്കാരണത്താൽ ഇടർച്ച എന്ന പാപത്തെ യേശു പരാമർശിക്കുന്നു. സ്കാൻഡലോൺ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ മൂലാർത്ഥം തട്ടി വീഴാൻ ഇടവരുത്തുക എന്നതാണ്. ഒരാൾ കാരണം മറ്റൊരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. ചെറിയവൻ യേശുവിൻ്റെ ശിഷ്യനാണ്. ചെറിയൊരു അജഗണമേ ഭയപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് രാജ്യം തരാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 12:32. അക്കാരണത്താൽ
ദൈവരാജ്യം വിരിയിച്ചെടുക്കേണ്ട സഭ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്ന് പാപരഹിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 3. ക്രിസ്തു ശിഷ്യരുടെ ഐക്യം. ഐക്യം ഐകരൂപ്യമല്ല. വിലക്കുക, തടയുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇന്നത്തെ 1-ാമത്തെയും 3-ാമത്തെയും വായനകളിൽ കാണുന്നു. ഗോതമ്പും കളകളും ഒരുമിച്ച് വളരട്ടെ, കളകളെ പിഴുതാൽ ഗോതമ്പ് കൂടെ പോരുമെന്നാണ് യേശുവിൻ്റെ നിലപാട്. സമയം നൽകുന്നവനാണ് യേശു. മാനസാന്തര വഴിയെ വരാനുള്ള സമയം നൽകുന്ന വിശാല മനസ്സാണ് യേശുവിൻ്റേത്. അതുകൊണ്ട് വിലക്കലും തടയലും വളരെ സൂക്ഷ്മതയോടെ ആകാവൂ എന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു. ഇന്നത്തെ 1-3 വായനകളിൽ സൂചന ഇതാണ്: അകം കാണുന്നവൻ ദൈവം, പുറം കാണുന്നവൻ മനുഷ്യൻ. 1 സാമുവേൽ 16:7. എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ചൈതന്യം, അന്തസത്ത, അതാണ് പ്രധാനം. അധരങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും ഹൃദയം അതിവിദൂരത്തായിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. മത്തായി 15:8. ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണമെന്ന് യേശു അടിവരയിടുന്നു. മത്തായി 6:33. ഫറവോയുടെ അടുക്കലേക്ക് മോശ പോകുന്നതിന് മുമ്പ് തന്നെ മൂപ്പന്മാരെ സമീപിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. പുറപ്പാട് 3:16. 12 ഗോത്രങ്ങളിലും മൂപ്പന്മാരുണ്ടായിരുന്നു. സംഖ്യ 1:16, 13-ാം അധ്യായം 2-3 വരെ. ജത്രോയുടെ ഉപദേശത്തോടുകൂടി മോശ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂപ്പന്മാർ കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരും നീതി നടത്തുന്നവരുമായിരുന്നു. പുറപ്പാട് 18, 21 മുതൽ 25 വരെ. മോശയും 70 മൂപ്പന്മാരും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്നു. ദൈവം സമാഗമ കൂടാരത്തിൽ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ശ്രേഷ്ഠരിലേക്ക് പകർന്നു. അവർ ഒരു പ്രാവശ്യം മാത്രം പ്രവചിച്ചു. മോശയുടെ ആഗ്രഹം ദൈവികമാണ്. കർത്താവിൻ്റെ ജനം മുഴുവൻ അവിടുത്തെ ആത്മാവിനെ സ്വീകരിച്ച് പ്രവാചകരാകണം. സംഖ്യ 11, 16 മുതൽ 17 വരെയും 22 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. മോശയും യേശുവും പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്: എല്ലാവരും നീതി, കാരുണ്യം, വിശ്വസ്തത, മത്തായി 23:23, എളിമ, സത്യസന്ധത മുതലായവയിൽ ഐക്യപ്പെട്ട് ജീവിക്കണം എന്നതാണ്. അങ്ങനെയുള്ള ഒരു ഐക്യമാണ് ആവശ്യമാകുന്നത്. ക്രിസ്തു ശിഷ്യൻ്റെ നീതിബോധവും കാരുണ്യവും ദൈവത്തോടും ദൈവജനത്തോടുമുള്ള വിശ്വസ്തതയും സമർപ്പണവുമൊക്കെ ആകണം ഐക്യത്തിൻ്റെ ആണിക്കല്ലെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.